ഹലോ എവരിബഡി. ഈ കാണുന്ന കലാത്തിയ പ്ലാന്റ്സ് എല്ലാം സെയിലിനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ കോറയുണ്ട്, മാരിയോൺ ഉണ്ട്, റുസ്കോ ഉണ്ട്. റുസ്കോയുടെ പിക്ക് ഇതിലില്ല, വീഡിയോയിലില്ല. റുസ്കോ ഉണ്ട്. പിന്നെ റുസ്കോ പോലെ ഇരിക്കുന്ന വേറൊരു കലാത്തിയ ഈ കാണുന്നതാണത്. പിന്നെ ഒരു മാരിയോണിൻ്റെ ഒരു ഗ്രീൻ കളർ വരുന്നതുണ്ട്. ഇതിലെ ഏതെങ്കിലും രണ്ട് പ്ലാന്റ്സിൻ്റെ സിംഗിൾ ഷൂട്ട് എടുത്താൽ 200 പ്രൈസ് കൊടുത്തിട്ടുണ്ട്. 299 എല്ലാ പ്ലാന്റ്സിനും. ഇതാണ് ഒരു വെറൈറ്റി വരുന്നത്. സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസാണ് പറഞ്ഞത്. കൊറിയർ ചാർജ് എല്ലാത്തിനും എക്സ്ട്രാ വരും. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ചില വെറൈറ്റി ഒന്നും എപ്പോഴും വരുന്നവയല്ല. ഇതൊരു പ്രത്യേകതയുള്ളൊരു കലാത്തിയാണ് അതിലാ കാണുന്നത്. റുസ്കോ പോലൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ പിങ്ക് കളറൊക്കെ ചില ഇലകൾക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ മാരിയോനാണുള്ളത്. റുസ്കോയും അവൈലബിളാണ്. ആർക്കെങ്കിലും റെഡ് വൈൻ അവൈലബിളാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോയ്ക്ക് മുൻപായിട്ടൊരു ഫ്രീ പ്ലാന്റ്, കോർണർ റെഡിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ കാണുന്ന പ്ലാന്റാണ്. വിന്നർ അൻസമ്മ എബ്രഹാം 8076 എന്ന ഐ ഡിയിൽ നിന്ന് കമൻ്റ് ഇട്ട ആളിനാണ് കിട്ടുന്നത്. ഫ്രീ ആയിട്ട് അയച്ചു തരും. ആ ആൾ എത്രയും പെട്ടെന്ന് അഡ്രസ്സ് വാട്സാപ്പ് നമ്പറിലേക്ക് ഇട്ട് തരേണ്ടതാണ്. അടുത്തത് ഈ കാണുന്ന ഒരു സ്നേക്ക് പ്ലാന്റും ഒരു ക്രിപ്റ്റാന്തസുമാണ് വരുന്നത്. സ്നേക്ക് പ്ലാന്റ് ഈ കാണുന്നതാണ്. മറ്റേത് സീബ്ര എന്ന ഐ ഡിയിലുള്ള ക്രിപ്റ്റാന്തസ് ആണ്. സിംഗിൾ ഷൂട്ടാണ്. 2 സ്ക്വയർ പോട്ടിലും ഇരിക്കുന്നത്. പ്രൈസ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും തന്നെ. അടുത്തത് ഈ മിക്കാഡോയാണ്. 2 ടൈപ്സ് മിക്കാഡോ ഉണ്ട്. സിൽവർ മിക്കാഡോയുടെ സിംഗിൾ ഷൂട്ടും നമ്മുടെ നോർമൽ ഗ്രീൻ മിക്കാഡോയുടെ സിംഗിൾ ഷൂട്ടിൻ്റെയും കൂടെ കോംബോ പ്രൈസാണ് കൊടുത്തിരുന്നത്. DTDC ത്രൂ ആണ് മെയിനായിട്ടും പ്ലാൻസ് അയക്കുക. അടുത്തത് ഈ ഫിഡിലാന്തസ് വെരിഗേറ്റഡിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടും ഗ്രീനിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടും. ഗ്രീനിൻ്റെ ഇലയൊക്കെ കുറച്ച് പൊഴിഞ്ഞിരിക്കുകയാണ്. വെരിഗേറ്റഡിൻ്റെ ഇല പൊഴിഞ്ഞിട്ടില്ല. സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസാണ് കൊടുത്തിരുന്നത്. ഗ്രീന് കുറേ നാളായി ഇരുന്ന പ്ലാന്റാണ്, അതുകൊണ്ടാണ് കുറച്ച് ഇലകളൊക്കെ കാണാത്തത്. അടുത്തത് ഈ കാണുന്ന 2 അഗ്ലോണിമകളാണ്. ഒന്ന് നമ്മുടെ ബ്ലാക്ക് എമറാൾഡാണ്, വലിയ പ്ലാന്റ് തന്നെയാണ്. പിന്നെ അടുത്ത് കാണുന്നത് റിഫ്ലക്റ്റർ. ഈ രണ്ടിൻ്റെയും കൂടെ കോംബോ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. ചില പ്ലാന്റ്സ് ഒന്നും അധികമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കോംബോയിൽ ഇട്ടിരിക്കുന്നവ. അതുകൊണ്ട് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തത് ഈ കാണുന്ന ചൈന റെഡിൻ്റെയും പിന്നെ ഈ കാണുന്ന ഗോൾഡൻ ഡോവിൻ്റെയും 2 പ്ലാന്റുകളുടെ കോംബോയാണ്. പ്രൈസ് എല്ലാത്തിൻ്റെയും ഈ പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. ഗോൾഡൻ ഡോവിന് നല്ല പ്ലാന്റാണ്. ഈ രണ്ടും കൂടെ കളർ കോമ്പിനേഷനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ. അതാണ് ഞാനിത് കോംബോ ആയിട്ട്. നല്ല ഡാർക്ക് പിങ്ക് വരുന്ന ഈ ചെടിയും പിന്നെ ഒരു ലൈറ്റ് മഞ്ഞയും ഗ്രീനും, പച്ച കളറൊക്കെ മാറി വരുന്നതാണ് ആ പ്ലാന്റിൻ്റെ. അടുത്തത് ഈ കാണുന്ന അഞ്ചുമാനി റെഡിൻ്റെ ഒരു പ്ലാന്റും പിന്നെ ഈ പ്ലാന്റിൻ്റെ ഐഡിയ എനിക്ക് ശരിക്കും അറിയത്തില്ല. ബോക്സർ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇലകൾക്ക് കുറച്ച് നീളമുണ്ട് ഇലയുള്ള ഈ 2 പ്ലാന്റിൻ്റെയും കൂടെ കോംബോ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ പ്ലാന്റാണ്, രണ്ടും ചെറിയ പ്ലാന്റൊന്നുമല്ല. അഞ്ചുമാനി റെഡിൻ്റെ വലിയ ഇലകളൊക്കെ ഉള്ളവയാണ്. അടുത്ത പ്ലാന്റിൻ്റെ ഐഡിയ എന്തുവെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ബോക്സറിൻ്റെ ഇല പോലാണ് ഇരിക്കുന്നത്, പക്ഷേ ബോക്സറിൻ്റെ ഇലയ്ക്ക് ഒരു റൗണ്ട് വരുമല്ലോ. അടുത്തത് ഈ കാണുന്ന മിൽക്കി വേയുടെ അഗ്ലോണിമയും പിന്നെ അതുപോലെ ഐഡിയ എത്ര കൃത്യമായിട്ട് അറിയാത്ത നീളമുള്ള ബോക്സറിൻ്റെ പോലൊക്കെ ഇല വരുന്ന ഒരു ഐഡിയയിൽ വരുന്ന ഈ 2 പ്ലാന്റിൻ്റെ കോംബോയാണ്. ഇതും വലിയ പ്ലാന്റ് തന്നെയാണ്. ചിലപ്പോൾ ചില പ്ലാന്റുകളൊക്കെ ചെറുതായിരിക്കുമല്ലോ, നിങ്ങൾക്കിപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് ചിലത് വലിയ പ്ലാന്റാണെന്നും. പക്ഷേ ചില സെറ്റൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് ഈ അഞ്ചുമാനി റെഡിൻ്റെ ഒരു പ്ലാന്റും, അത് ബോക്സർ തന്നെയാണ്. മറ്റേത് ബോക്സർ തന്നെയാണ് പ്ലാന്റ്. ഈ ബോക്സറിൻ്റെയും കൂടെ കോംബോയാണ് അടുത്തതായിട്ട് വരുന്നത്. അഞ്ചുമാനി റെഡിൻ്റെ ഇലകൾക്കൊക്കെ കുറച്ച് വലിപ്പമുണ്ട്. ഇത് ശരിക്കും ബോക്സർ തന്നെയാണ്. ചില ഇലകൾ നീണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഐഡിയ എന്താണെന്ന് പറയാനൊരു ബുദ്ധിമുട്ട്. ഇത് ബോക്സർ തന്നെയാണ്, കണ്ടാലറിയാം. അടുത്തത് ഈ അഞ്ചുമാനി റെഡ്, ഈ രണ്ടിൻ്റെയും കൂടെ കോംബോയാണ്. അടുത്തത് വരുന്നത് ഒരു ബിഗ് റോയിയുടെ കോംബോയാണ്.
ഗ്രീന്, ഗോൾഡൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ബിഗ് റോയും പിന്നെ നോർമൽ ബിഗ് റോയും, ഈ രണ്ടിൻ്റെയും കൂടെ കോംബോ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ കളർ വരുന്ന ബിഗ് റോയി കുറച്ച് വലിയ പ്ലാന്റാണ് മറ്റേ നോർമൽ ബിഗ് റോയിയെ കമ്പയർ ചെയ്യുമ്പോൾ. ഇതിൻ്റെ ഇല വലിയ വലിപ്പത്തിൽ ഇലകളാകുന്ന അഗ്ലോണിമ വെറൈറ്റിയാണ് ഈ ബിഗ് റോയി. നല്ല ഭംഗിയാണ്. അത് തണ്ടിന് ഇലയുടെ ആ തണ്ടിനൊക്കെ ഇച്ചിരി നീളം വന്നിട്ട് വലിപ്പമുള്ള ഇലകളാകുന്നതാണ്. മറ്റേത് ഗ്രീനിനേക്കാളും കുറച്ച് ചെറുതായതുകൊണ്ടാണ് സൈസ് ചെറുതായിട്ടിരിക്കുന്നത്. അടുത്തത് ഈ കാണുന്ന 2 പ്ലാന്റുകളാണ്. ഇതിൻ്റെ ഐഡിയ അത്ര അറിഞ്ഞുകൂടാ. സിൽവർ ബെല്ലോ അങ്ങനെ എന്തൊക്കെ ഐഡിയ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ലെക്സബാണ്, റെഡ് ലെക്സബ് എന്നാണ് ഇതിൻ്റെ ഐഡി പറഞ്ഞത്. ഈ 2 പ്ലാന്റും കൂടെ അടങ്ങിയ കോംബോയാണ് അടുത്തതായിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതും ഇതും ഐഡി കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷേ നല്ല ഭംഗിയുള്ള 2 പ്ലാന്റാണ്. ഒന്നിൻ്റെ ഇലകൾ നല്ല റൗണ്ട് വരുന്നു, ഒന്നിൻ്റെ ഇല കുറച്ച് നീണ്ടു വരുന്നു. പക്ഷേ രണ്ടിനും പിങ്ക് കളർ, നല്ല ഭംഗിയുള്ള പിങ്ക് കളറ് ഉള്ള പ്ലാന്റാണ് രണ്ടും. ഇലകളുടെ സൈസിനാണ് കുറച്ച് വ്യത്യാസമുള്ളത്. ട്വിങ്കിൾ എന്നൊരു ഐഡിയയിലുള്ള പ്ലാന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ട്വിങ്കിളാണ്, ഒന്ന് മുമ്പ് പറഞ്ഞ സിൽവർ ബെല്ലല്ല, ഇത് സിൽവർ ബെല്ലാണ്. അടുത്തത് ഈ കാണുന്ന റെഡ് പനാമയുടെ ഒരു പ്ലാന്റേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്, അധികം വലിപ്പമൊന്നുമില്ല. അടുത്തത് ഇത് ഇന്ത്യാന കിങ്ങിൻ്റെ ഒരു പ്ലാന്റാണ്. ഇന്ത്യാന കിങ്ങിനൊക്കെ നല്ല വില വരുന്നതാണ്. ഇത് മീഡിയം സൈസിലായ ഒരു പ്ലാന്റാണ്. ഇന്ത്യാന കിങ്ങും ക്യൂനും ഒക്കെ എല്ലാവരും ഒന്നും ഇപ്പോഴും കളക്ട് ചെയ്തുകൊണ്ട് കുറച്ച് പേരൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്ലാന്റാണ്. പിന്നെ അടുത്തത് ഇതും ബിഗ് റോയി തന്നെയാണ്. ഒരു ഇല മാത്രം ഒരു പുതിയ ഇലയും കൂടെ വരുന്ന ഒരു പ്ലാന്റാണ്. ഇത് പിടിപ്പിച്ചെടുക്കാൻ അറിയാവുന്നവർ വാങ്ങണം. പിന്നെ ഇത് വാങ്ങിയിട്ടത് ശരിയായില്ലെങ്കിൽ പിന്നെ അതും പ്രശ്നമാകുമല്ലോ. അടുത്തത് ഇതും ചെറിയൊരു പ്ലാന്റാണ്. ഇതൊക്കെ മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഉടനെയുള്ള പ്ലാന്റുകളാണ്. അതാണ് ഇതിന് ഈ ഒരിലയും 2 ഇലയും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ ഇരിക്കുന്നത്. ഇത് ലെക്സബ് ആണെന്ന് തോന്നുന്നു. ലെക്സബിൻ്റെ ഒരു ചെറിയ പ്ലാന്റാണ്. മദർ പ്ലാന്റിന് സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇലകൾക്കൊക്കെ നല്ല വലിപ്പം വരുന്നത്. ഇത് നമ്മുടെ സാധാരണ ബോക്സറിൻ്റെ നല്ല വലിപ്പമുള്ള 2 പ്ലാന്റുകൾ ഒന്നിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു പ്ലാന്റിൻ്റെ പ്രൈസാണ് 130 വരിക. 2 എണ്ണം ഒന്നിച്ച് പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇതും മദർ പ്ലാന്റിന് സെപ്പറേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിച്ചപ്പം പെട്ടെന്നൊരു താൽക്കാലിക പോട്ടിംഗ് മിക്സിൽ പോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തത് ഇത് നമ്മളുടെ റെഡ് എമറാൾഡാണ്. ഇതിൻ്റെയും 3 പ്ലാന്റാണ് ഈ പോട്ടിലിരിക്കുന്നത്. അതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസാണ് 130. എല്ലാത്തിനും തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. കമൻറ്റ് ഏകദേശം 30+ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ലോട്ടിട്ട് തിരഞ്ഞെടുത്തതാണ് ആ ആളിനെ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ആളിൻ്റെ പേര്. അടുത്തത് ഈ കാണുന്ന റെഡ് ആർമിയും ബ്ലാക്ക് സിയാമും രണ്ടിൻ്റെയും കൂടെ കോംബോയാണ്. രണ്ടും വിലയുള്ള പ്ലാന്റുകൾ തന്നെയാണ്, റെയറായിട്ടുള്ള പ്ലാന്റാണ്. ആർമി ഡിസൈൻ്റെ യൂണിഫോമിൻ്റെയൊക്കെ പാറ്റേൺ പോലെ വരുന്നതാണ് റെഡ് ആർമി. അടുത്തത് ബ്ലാക്ക് സിയാമും ഇതിൻ്റെ ഒരു കോംബോയാണ്. നല്ല വില വരുന്ന പ്ലാന്റാണ്. ബ്ലാക്ക് സിയാമിനൊക്കെ നല്ല ഡിമാൻഡുണ്ട്. ഇപ്പം കോമൺ ആയിട്ടില്ല, ഇപ്പോഴും അത്ര കോമൺ ആകാത്ത 2 വെറൈറ്റിയാണ്. അടുത്തത് പിങ്ക് പൈയും പിന്നെ നമ്മുടെ ഗർഗ്, ഇത് രണ്ടും കൂടെ കൂടിയ ഒരു കോംബോയാണ്. പിങ്ക് പൈയും നല്ല വില വരുന്ന ഒരു പ്ലാന്റാണ്. എല്ലാവരും ഒന്നും കളക്ട് ചെയ്തിട്ടില്ല, ആ ടൈപ്പിലെ ഒരു പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഗർഗിന് അരികിലൂടെ നല്ല റെഡ് കളറൊക്കെ ഡിസൈൻ വരുന്ന ഒരു പ്ലാന്റാണ് ഗർഗ്. മറ്റേത് നല്ല ഡാർക്ക് പിങ്ക് കളർ വരുന്ന ഒരു പ്ലാന്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.